അന്ന് അറ്റ്ലാന്റിക്കിൽ മുങ്ങിയത് ടൈറ്റാനിക് അല്ല. അതെ, ചരിത്രത്തിലെ ഏറ്റവും വലിയ കപ്പൽ ദുരന്തത്തെക്കുറിച്ചുള്ള ഈ വാദം ഇന്നും ലക്ഷക്കണക്കിന് ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. 1912 ഏപ്രിൽ 15 മഞ്ഞുമലയിൽ ഇടിച്ച് ടൈറ്റാനിക് മുങ്ങി എന്നാണ് നമ്മൾ എല്ലാവരും പഠിച്ചത്. എന്നാൽ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പറയുന്നത് മറ്റൊന്നാണ്. യഥാർത്ഥത്തിൽ മുങ്ങിയത് ടൈറ്റാനിക് അല്ല, അതിന്റെ സഹോദര കപ്പലായ ഒളിമ്പിക് എന്നാണ് അവരുടെ വാദം. കാരണം ടൈറ്റാനിക്കിനെ പോലെ തന്നെ ഉണ്ടായിരുന്ന ഒളിമ്പിക് അതിനു മുമ്പ് ഒരു അപകടത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇൻഷുറൻസ് നഷ്ടം നികത്താൻ വൈറ്റ് സ്റ്റാർ ലൈൻ രഹസ്യമായി 2 കപ്പലുകളും പരസ്പരം മാറ്റിയെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. പിന്നീട് ടൈറ്റാനിക് എന്ന പേരിൽ യാത്ര തിരിച്ചത് ഒളിമ്പിക് ആയിരുന്നുവെന്നും ആ യാത്ര ഒരിക്കലും സുരക്ഷിതമായി അവസാനിക്കില്ലായിരുന്നുവെന്നുമാണ് അവരുടെ വിശ്വാസം. ഈ വാദത്തെ പിന്തുണയ്ക്കുന്നവർ ചില പഴയ ഫോട്ടോകളിലെ ജനാലകളുടെ വ്യത്യാസവും കപ്പലിന്റെ ചില ഡിസൈൻ മാറ്റങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ വർഷങ്ങൾക്കു ശേഷം കടലിന്റെ അടിത്തട്ടിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങളിൽ നിന്ന് ലഭിച്ച നിർമ്മാണ നമ്പർ 401 ആയിരുന്നു. അത് ടൈറ്റാനിക്കിന്റെ നമ്പർ ആയിരുന്നു. ഒളിമ്പിക്കിന്റെ നമ്പർ 400 ആയിരുന്നു. അതുകൊണ്ട് ചരിത്രകാരന്മാരും ഗവേഷകന്മാരും പറയുന്നത് വ്യക്തമാണ്, മുങ്ങിയത് ടൈറ്റാനിക് തന്നെയായിരുന്നു. പക്ഷേ ഇന്നും ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഇത് വെറും ഗൂഢാലോചന കഥയാണോ, അല്ലെങ്കിൽ ചരിത്രം നമ്മളിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? കൂടുതൽ ഇതുപോലുള്ള ദുരൂഹ കഥകൾക്കായി